ഏതായാലും ഞാൻ എന്റെ നിലപാടുകളൊക്കെ പറയാൻ പോകുന്നു. ഞാൻ അനവധി തവണ സർക്കാർ പരിപാടികളിൽ പ്രാർത്ഥന ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ പറയാനുണ്ടായ കാരണം, ഈ സദസ്സുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ വളരെ പ്രായമായിട്ടുള്ള ആളുകളുണ്ടാവും. അവസാനം ഞാൻ ഈ പട്ടയമേളയിൽ മഞ്ചേരിയിൽ വെച്ച് 2 മന്ത്രിമാരുള്ള സമയത്ത് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, പ്രതിപക്ഷ MLA-മാരുണ്ട്, അവിടെ ഈ മുട്ട് അല്ല ഈ ഒരു കാല് പാദം തൊട്ട് അര വരെ പ്ലാസ്റ്റർ ഇട്ടൊരു വ്യക്തി ആ സദസ്സിന്റെ മുന്നിലിരിക്കുക. ഈശ്വര പ്രാർത്ഥന തുടങ്ങുമ്പോൾ എല്ലാവരും നീക്കണം. അപ്പൊ അദ്ദേഹം ഒരു 5 മിനിറ്റ് ആ കാലിങ്ങനെ പിടിച്ച് നിൽക്കുന്നതിന്റെ കൺമുമ്പ് കാണും. അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ഞാൻ നിയമസഭയിൽ എഴുതി കൊടുത്തു, നമ്മളൊക്കെ വിശ്വാസികളാണ്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നവരും അല്ലാത്തവരും വിശ്വാസമില്ലവരും ഇല്ലാത്തവരും ഒക്കെ സർക്കാരിന്റെ പൊതുപരിപാടിയിലുണ്ടാവും. അതോടൊപ്പം ഈ ഒരു 5 മിനിറ്റ് അതിന് പോവും. എപ്പോഴും ഈശ്വര പ്രാർത്ഥന നടന്ന എത്ര മിനിറ്റ് പോവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ പണ്ട് തുടർന്നു പോരുന്ന ഒരു സംവിധാനമാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ സർക്കാർ ചടങ്ങുകളിൽ ഒരു പ്രാർത്ഥനയും ഉണ്ടാവരുത് എന്നാണ്. കാരണം നിലപാട് പറഞ്ഞു പോവാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇവിടെ ബാങ്ക് വിളിച്ചു. 1 മിനിറ്റ് 1.5 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഈ അങ്ങാടികളിലൊക്കെ എല്ലായിടത്തും ബാങ്ക് വിളിക്കുക. സത്യത്തിൽ ഇതിൽ സാമുദായിക നേതാക്കന്മാർ ഇടപെടേണ്ട ഒരു വിഷയമാണ്. ഒരു ഒറ്റ സമയത്ത് ഒരു ബാങ്കിന്റെ കാര്യത്തിലെങ്കിലും ഈ മുജാഹിദും സുന്നിയും ജമാഅത്തും അല്ലാത്തവരും ഒക്കെ ഒന്നൊരുമിച്ചിട്ട് ഒരു സമയത്ത് അതാക്കാനുള്ളൊരു പരിശ്രമം, അതിനുള്ളൊരു ആലോചന ആ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവം ബഹുമാന്യരും ആദരണീയരുമായ എല്ലാ സാമുദായിക നേതാക്കളോടും വളരെ സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കാളിക്കുട്ടിയിലാണ്. അപ്പൊ എന്റെ വല്യമ്മ, എന്റെ മുലകുടി വല്യമ്മ ഈ പറയുന്ന മരിച്ചുപോയ എന്റെ കാളിക്കുട്ടി അമ്മയാണ്. അത് കഴിഞ്ഞു. മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ചു. പിന്നെ ക്രൈസ്തവരുമായിട്ടുള്ള ബന്ധം, ഈ സാജൻസ് കറിയൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ വർഗീയ വിഷം തുപ്പുന്നത് എന്താ? ഇപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കല്ലേ, ഒരു വിട്ടുവീഴ്ചയില്ലാതെ. കാണുന്നില്ലേ നിങ്ങൾ? ഈ നാട് കുട്ടിച്ചോറാക്കാൻ കഴിഞ്ഞ 4-5 വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ? ഈ വർഗീയ വിദ്വേഷം കുത്തിവെച്ചാൽ കുത്തിവെക്കുന്നവരും കാണും, എതിരാളികളും കാണും, 2 വിഭാഗം കാണും. പണമുണ്ടാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ അതിന് തടയിടാൻ നടത്തിയ പരിശ്രമമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ 6ാം ക്ലാസ് വരെ പഠിക്കണതായില്ല, പിന്നെ ഇടവണ്ണ പാലല്ല. അപ്പൊ എന്റെ മൂത്ത പെങ്ങന്മാര്, എനിക്ക് ഈ 14 10 സിസ്റ്റേഴ്സാണ് കേട്ടോ, മൂത്തതൊക്കെ സിസ്റ്റേഴ്സാ. അപ്പൊ 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒതായിൽ സ്കൂളില്ല, 3 കിലോമീറ്റർ നടന്ന് പുഴ കടന്ന് ഇടവണ്ണ എത്തിയിട്ട് വേറെ സ്കൂളിൽ പോകണം. അപ്പൊ 7ാം ക്ലാസ്സോട് കൂടിയിട്ട് വാപ്പ എന്ത് ചെയ്യും? കോഴിക്കോട് മലാപ്പുറമിൽ ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ പേര് വിദ്യാസദൻ. വിദ്യാഭ്യാസത്തിന് വേണ്ടി, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വാപ്പ അന്ന് വാങ്ങിയിട്ടിരുന്ന വീടാ. പിന്നെ അവിടെയാണ് ഡിഗ്രി കഴിയുന്നത് വരെ. അങ്ങനെ എന്നെ 6ന്ന് കൊണ്ടുപോയി. എല്ലാവരും 7ാം ക്ലാസ്സിൽ നിന്നാണ് പോയത്. എന്റെ ആ 4-5 സിസ്റ്റേഴ്സ് പഠിച്ചത് കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലാണ്. അതിൽ 3 ആൾ അവിടെ ചെയർമാൻമാരായിരുന്നു. ഒരു സിസ്റ്റർ പഠിച്ചത് ഫറൂഖ് കോളേജിലാണ്, അവിടെ വൈസ് ചെയർമാനായിരുന്നു. ഞാനതൊക്കെ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ജനങ്ങളതൊക്കെ ഒന്ന് അറിയണല്ലോ.